ഹായ് പ്രിയമുള്ളവരെ, ഇന്നു മുതൽ ചട്ടമ്പി കല്യാണി എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ്. ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ മനോഹരമായ കഥയാണിത്. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നെഴുതിയ വലിയ കവാടത്തിലൂടെ ഒരു ബ്ലാക്ക് ഫോർച്യൂണർ വേഗത്തിൽ പാഞ്ഞു. കോളേജ് ക്യാമ്പസിലെ പാർക്കിംഗ് ഏരിയയിലായി നിന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും 50 വയസ്സ് തോന്നിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ ഇറങ്ങി. റിയർ വ്യൂ മിററിൽ നോക്കി മുടിയൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അയാൾ കാർ ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്കുള്ള സ്റ്റെപ്പുകൾ ചവിട്ടി കയറി അയാൾ പ്രിൻസിപ്പൽ എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന റൂമിന് മുന്നിലെത്തി. ഒന്ന് ശ്വാസം വലിച്ചുവിട്ട് റൂമിന് പുറത്ത് അയാളെ തന്നെ നോക്കി നിൽക്കുന്ന 2 പെൺകുട്ടികളെ തറപ്പിച്ചു നോക്കിയ ശേഷം ഡോർ തുറന്നു. മേ ഐ കമിൻ മാഡം? അയാൾ വിനയത്തോടെ ചോദിച്ചു. യെസ്. ഡോക്ടർ ഷർമിള ദാസ്, പ്രിൻസിപ്പൾ എന്ന് എഴുതിയ ബോർഡ് ഇരിക്കുന്ന മേശയ്ക്ക് പുറകിലായി കറങ്ങുന്ന കസേരയിലിരിക്കുന്ന മധ്യവയസ്ക മൂക്കത്തിരിക്കുന്ന കണ്ണടിയുടെ മുകളിൽ കൂടി അയാളെ നോക്കി പറഞ്ഞു. മിസ്റ്റർ ബാലകൃഷ്ണൻ? യെസ് മാം. ഇരിക്കും. മുന്നിലെ കസേര ചൂണ്ടി അവർ പറഞ്ഞു. അയാൾ അതിലിരുന്നു. നോക്കി മിസ്റ്റർ ബാലകൃഷ്ണൻ, ഈ മാസം ഇത് 2ാം തവണ ഞാൻ നിങ്ങളിവിടേക്ക് വിളിച്ചിരുത്തുന്നത്. ആം ഐ റൈറ്റ്? വീണ്ടും കണ്ണടക്ക് മുകളിലൂടെ നോക്കി അയാൾ അതേ നിറത്തിൽ തലയാട്ടി. അപ്പൊ ഇന്ന് വിളിപ്പിച്ചതിന്റെ കാരണം അറിയണ്ടേ? സോ മിസ് കല്യാണി ബാലകൃഷ്ണനെതിരെ കഴിഞ്ഞ തവണ കോളേജിലെ കുട്ടികളെ കയ്യേറ്റം ചെയ്യുന്ന പരാതിയായിരുന്നെങ്കിൽ ഇത്തവണ പരാതി ലഭിച്ചിരുന്ന കോളേജിന് പുറത്തുനിന്നാണ്. അത്രയും കേട്ട് അയാൾ തലയിരിച്ച് തന്റെ ഇടതുവശത്തായി നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. അയാളുടെ കണ്ണുകളിലെ ഭാവം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കോളേജിന് മുമ്പിൽ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറുടെ ചെകിട്ടത്തടിച്ചെന്നാണ് പരാതി. ഈ കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ക്യാമ്പസിന് പുറത്തുനിന്ന് ഒരു പരാതി വരുന്നത്. ഞാനും ടീച്ചേഴ്സ് ഇടപെട്ട് തൽക്കാലം അവരുടെ പരാതി പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൾക്കെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇവളുണ്ടാക്കുന്ന തല്ലിനും വഴക്കിനും സമാധാനം പറയാനല്ല എനിക്ക് മാനേജ്മെന്റ് ശമ്പളം തരുന്നു. ഈ പ്രശ്നം പുറത്തറിഞ്ഞ കോളേജിന്റെ പേരിനെ ബാധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിതിൽ ഇടപെട്ട്. ഇനി മിസ്റ്റർ ബാലകൃഷ്ണൻ തന്നെ പറയും ഞാൻ എന്ത് ഡിസിപ്ലിനറി ആക്ഷനാണ് ഇവൾക്കെതിരെ എടുക്കേണ്ടത്. സസ്പെൻഷൻ ലെറ്റർ റെഡിയാണ് മാഡം. അത് കല്യാണിക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തുകൂടെ? ഇനി ഇവളൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. വാട്ട്? ഇനിയൊരു ചാൻസോ? നോ വേ. പ്ലീസ് മാഡം, ക്ലാസ് ചെയ്ത് ഇനി 6 മാസം കൂടിയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവളുടെ പഠനത്തെ സാരമായിട്ട് ബാധിക്കില്ലേ? പ്രൊജക്റ്റൊക്കെ ചെയ്യേണ്ട സമയമല്ലേ? അതൊക്കെ ഓരോന്നും ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. വീണ്ടും ഒരു തറപ്പിച്ച് നോട്ടം ടു കല്യാണി. മാഡം, ഇവള് കാര്യമില്ലാതെ ഒരു വഴക്കിനും പോവില്ല. ഇനി കോഴ്സ് കംപ്ലീറ്റ് ആകുന്നവരെ ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഞാൻ ഉറപ്പുവരാം. ശരി, നിങ്ങളുടെ ഉറപ്പിന്മേൽ ഞാൻ വിളിക്കുന്ന ആക്ഷനൊന്നും എടുക്കുന്നില്ല. കല്യാണി കോളേജിന്റെ റാങ്ക് പ്രതീക്ഷ ആയതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവുന്ന ആൾക്ക് നഷ്ടമായിരിക്കും. പക്ഷേ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ നേരിട്ട് ഞാൻ ഡിസ്മിസിൽ എഴുതിത്തരും. ഓക്കെ മാം, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, യു ക്യാൻ ലീവ് നൗ. താങ്ക് യു മാം. പ്രിൻസിപ്പൽ റൂമിൽ നിന്നിറങ്ങിയ അയാൾ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ നേരത്തെ കണ്ട പെൺകുട്ടികളെ ഒന്നുകൂടി തറപ്പിച്ച് നോക്കാനും മറന്നില്ല. അയാൾക്ക് പിറകെ റൂമിൽ നിന്നിറങ്ങിയ കല്ല് നോക്കുമ്പോൾ കാണുന്നു അയാൾ വേഗത്തിൽ നടന്നു പോകുന്നതാണ്. അച്ഛാ വിളിച്ചുകൊണ്ട് അവൾ പുറകെ ഓടി. അവിടെ നിന്ന് ആ 2 പെൺകുട്ടികളും അതുകൊണ്ട് അവിടെ പുറകെ ഓടി. അവളുടെ വിളി കേട്ട് അയാൾ ദേഷ്യത്തിൽ തിരിഞ്ഞു. എന്താ? എന്തോന്നും മിണ്ടാപോന്നേ? അവൾക്ക് ഇതപ്പടക്കൊണ്ട് ചോദിച്ചു. ഞാനെന്ത് പറയാനാ? പറയാനുള്ളല്ലോ അവർ പറഞ്ഞല്ലോ, നീയും കേട്ടില്ലേ? അച്ഛാ, അത് ആ ഓട്ടോ സ്റ്റാൻഡിൽ കുറേ എണ്ണം ശല്യം തുടങ്ങിയിട്ട് കുറേ നാളായി. അച്ഛനെ കാണുമ്പോൾ അതിലൊരുത്തിന് ഭയങ്കര ഇളക്കം. അയാൾ ഇന്നലെ അച്ഛനോട് ചോദിക്കാം കൂടെ കിടക്കാൻ ചെല്ലുമെന്ന്. എന്നിട്ട് കയ്യെ പിടിച്ചു. അപ്പോഴേ കൊടുത്തില്ല ഞാൻ. അതുവരെ വേണ്ടാന്ന് വെച്ച് നിന്നാ. അല്ല, ഇവളുമാർ 2 കൂടി പിടിച്ചിരുത്തിയതാ. അയാളുടെ ദേഷ്യം കൂടി വന്നു. ഇത്രയും ചെയ്ത് അവന്റെ ചെകിട്ടത്തൊന്ന് തലോടി വിട്ടു. എടി, സ്ത്രീകളെ തൊടുന്നവരെ തലവെട്ടണമെന്ന് കേട്ടിട്ടില്ലേ? അറ്റ്ലീസ്റ്റ് അവന്റെ കയ്യെങ്കിലും ഒടിച്ചുകൂടായിരുന്നു എനിക്ക്. നല്ല ബെസ്റ്റ് അപ്പൻ. മീനും അച്ഛനും മാത്രം കേൾക്കാൻ പാത്തിൽ പറഞ്ഞു. അതിനു മറുപടിയായി അച്ചു ഒരു പിച്ചും മിണ്ടാതിരിയെന്ന ആജ്ഞയെ. ഇതിപ്പോ ഒരു ചീള് കാരണത്തടിക്ക് വേണ്ടിയിട്ട് എന്നെ ഇവിടെ വരെ വരുത്തിച്ചില്ലേ? അവന്റെ കയ്യെങ്കിലും ഒടിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ പോയേനെ. ദേ, ഇനി ഇമാതിരി തോണ്ടലിനും തലോട്ടലിനും എന്നെ വിളിച്ചേക്കല്ലേ. അത് ഞാനല്ലോ, പ്രിൻസിയല്ലേ. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അയാൾ തിരിഞ്ഞടന്നു. അയ്യോ ബാലേട്ടാ. ഇനി എന്താ? അത് അമ്മയോട് പറയില്ല കേട്ടോ. അതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിന്റെ അമ്മ അറിയൂലോ. മീനുവിനെ തറപ്പിച്ചു പോയി പറഞ്ഞു. അതുകൊണ്ട് കാര്യം മനസ്സിലായ പോലെ കല്ലും തിരിഞ്ഞവളെ നോക്കി കണ്ണുരുട്ടി. മീനൂട്ടി പാവം, ഞാൻ എന്ത് ചെയ്യാൻ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിക്കുന്നു. എല്ലാം പോയി ക്ലാസ്സിൽ കയറിക്കേ, ഞാൻ പോവാ. ബാലേട്ടൻ വന്ന വഴി തിരിച്ചുപോയി. ലവളുമാർ ക്ലാസ്സിലേക്കും. അപ്പോൾ അവർ പഠിക്കട്ടെ. ഇനി ഞാൻ എല്ലാവരെയും വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. കല്യാണി ബാലകൃഷ്ണൻ എന്ന കല്ല്, നമ്മുടെ നായിക. ആളിവിടുത്തെ ചട്ടമ്പിയാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ വന്നിട്ട് പോയത് അവളുടെ എല്ലാമായ ബാലേട്ട എന്നവൾ സ്നേഹത്തോടെ വിളിക്കുന്ന, അവളുടെ എല്ലാ തോന്നിവാസങ്ങളും കൂട്ടുനിൽക്കുന്ന അവളുടെ സ്വന്തം പിതാവ് കം ക്രൈം പാർട്ട്ണർ. ആളെക്കുറിച്ച് കൂടുതൽ പിന്നീട് പറയാം. പിന്നെ ആ 2 പെൺകുട്ടിയിൽ ഒരാൾ മീനാക്ഷി എന്ന മീനു എന്ന മീനൂട്ടി. കല്ലു ചട്ടമ്പിയാണെങ്കിൽ മീനൂട്ടി ഒരു കുട്ടി കുറുമ്പിയാണ്. അവളുടെ അമ്മ ലക്ഷ്മി ഇവിടുത്തെ പ്രൊഫസറാണ്. പോരാതിന് കല്ലുവിൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ മനസ്സിലായോ നേരത്തെ നടന്ന കണ്ണുരുട്ടലിന്റെ ഗുട്ടൻസ്? കല്ല് കോളേജിൽ വെച്ചൊന്ന് തുമ്മിയെപ്പോലെ അപ്പോഴേ അവിടെ അമ്മയെ അറിയിക്കുന്നതാണ് ലക്ഷ്മി ആൻറ്റിയുടെ പ്രധാന വിനോദം. മീനുവിന് ഇതിലൊരു പങ്കുമില്ല കേട്ടോ. അതാണ് അവിടെ ദയനീയ ഭാവത്തിന്റെ അർത്ഥം.
ഇനി മൂന്നാമത് അശ്വതി അച്ഛൻ. ലോലന്റെ അല്ല കേട്ടോ, ദോ ലോലി, ഒരു തൊട്ടാവാടി പെണ്ണ്. അവളെ ശല്യം ചെയ്തതിനാ ഇക്കണ്ട പ്രശ്നമൊക്കെ ഉണ്ടായത്. 3 പേരും കട്ട ചങ്കുകളാ. കല്ലും മീനും അമ്മമാരുടെ ചങ്ങാത്തം വഴി പണ്ടേ ഫ്രണ്ട്സ് ആണെങ്കിലും അച്ചുവിന് +2 പഠിക്കുമ്പോൾ കിട്ടിയതാണ്. അവരിപ്പോൾ ആദ്യം പറഞ്ഞ ആ പേരുള്ള ഈ കോളേജിലെ ഫൈനൽ ഇയർ ബിടെക് വിദ്യാർത്ഥിനികളാണ്. പഠിക്കാൻ മിടുക്കികളാണ് എല്ലാവരും. വൈകിട്ട് വീട്ടിലെത്തിയ ബാറിട്ട സ്റ്റെപ്പിലേക്ക് ആരെടുത്ത് വെക്കുമ്പോഴേ അകത്തുനിന്ന് ഭരണിപ്പാട്ട് കേൾക്കാം. ഒച്ചയുണ്ടാക്കാതെ പമ്മി പുള്ളി ഹാള് വരെ എത്തി. അവിടെ സോഫയിൽ കല്ലുരിപ്പുണ്ട്. അവർ പരസ്പരം കണ്ട നിമിഷം തന്നെ അടുക്കളയിൽ നിന്നൊരു പാത്രവുമായി എന്തോ സാധനവുമായി അവരുടെ അമ്മ രാധിക വന്ന് അത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ച്. എന്നിട്ട് മുഖമുയർത്തി ബാക്കി പറയാൻ നേരെ നോക്കിയത് ബാലേട്ടന്റെ മുഖത്ത്. പോരേ പൂരം വന്നല്ലോ മോളുടെ പുന്നാര അച്ഛൻ. ഇവളിങ്ങനെയൊക്കെ ആവാൻ ഒരേ ഒരു കാരണം നിങ്ങളാ മനുഷ്യ. മര്യാദക്ക് വളർത്തേണ്ട പെങ്കൊച്ചിനെ കളരിയും കരാട്ടയും പഠിപ്പിച്ചിട്ട് അവളുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ കൂട്ടു നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ, കണ്ട ഓട്ടക്കാരെയൊക്കെ തള്ളിയിട്ട് വന്നിക്കുന്നുണ്ടില്ലേ? ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഭഗവാനെ ഉണ്ടാകാൻ പോകുന്നത്? തലക്ക് കൈയും കൊടുത്ത് ഡൈനിങ് ടേബിളിലെ കസേരയിലേക്ക് ഇരുന്നവർ കല്ലു ദയനീയമായി അച്ഛനെ നോക്കി. അച്ഛൻ തിരിച്ച് ഒന്നുമില്ല നടത്തൽ കണ്ണടച്ച് കാണിച്ചു. ബാലകൃഷ്ണൻ ഒരു ബിസിനസ്മാനാണ്. പണ്ട് എഞ്ചിനീയർ ആയിരുന്ന കാലത്ത് കടമൊക്കെ വാങ്ങി സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. സ്വന്തം കഴിവും കഷ്ടപ്പാടും കൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കമ്പനി നല്ല രീതിയിൽ വളർന്നു. ഇപ്പൊ അതിന്റെ MD സ്ഥാനമാണ് വഹിക്കുന്നതെങ്കിലും അവിടെയുള്ള ചെറുതും വലുതുമായ എല്ലാ ജോലികളും ബാലേട്ടൻ ചെയ്യാറുണ്ട്. ആരെങ്കിലും ലീവാണെങ്കിൽ അന്ന് ചിലപ്പോൾ ആ സീറ്റിൽ പോയിരുന്ന് അയാളുടെ പണിയൊക്കെ ചെയ്യും. എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ് ബാലേട്ടൻ. എല്ലാ സ്റ്റാഫിനെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ. ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കും. അതുകൊണ്ടൊക്കെ എല്ലാവർക്കും ബാലേട്ടൻ എന്നാൽ ജീവനാണ്. രാധിക്ക് ഒരു നല്ല ഭർത്താവാണ് ബാലേട്ടൻ. ഇവരുടെ വിവാഹം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപ്പോൾ രാധു ഗർഭിണിയായി. അതറിഞ്ഞ നിമിഷം മുതൽ ബാലേട്ടൻ മിടുക്കനായ ഒരു ആൺകുട്ടിയെ സ്വപ്നം കാണുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ആ കുഞ്ഞ് അതിഥി വന്നെത്തി. ബാലേട്ടന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ബാലേട്ടൻ നിറഞ്ഞ മനസ്സോടെ അതിലേറെ സന്തോഷത്തോടെ അവളെ എതിരേറ്റു. ആ കുഞ്ഞാണ് നമ്മുടെ കല്ലു. അപ്പോൾ മുതൽ അവളുടെ അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്ത് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ബാലേട്ടനാണ്. വളരും തോറും അവൾ അച്ഛനോട് കൂടുതൽ അടുത്തു. അമ്മ കൂടെയില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛനെ കാണാതെ ഒരു നിമിഷം വയ്യെന്നായി. ബാലേട്ടന് കുഞ്ഞുങ്ങളെ ജീവനാണെന്നറിയുന്ന രാധു പരിഭവങ്ങളൊന്നുമില്ലാതെ അവരവരുടെ ലോകത്ത് വിട്ടു. അങ്ങനെയൊക്കെയാണെങ്കിൽ അമ്മക്കുള്ള സ്നേഹം അവൾ മറക്കാതെ കൊടുക്കും. ബാലേട്ടന് രാധു അപ്പോഴും ജീവനായിരുന്നു, ഇപ്പോഴും ആണ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. എല്ലാവരും കൂടി പുറത്ത് കറങ്ങാനും സിനിമക്കൊക്കെ പോകുമായിരുന്നു. ആ സമയത്താണ് ബാലേട്ട മൂവി ഇറങ്ങുന്നത്. അത് പോയി കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ ബാലേട്ടാ വിളി. കുഞ്ഞുവായിലെ വിളികൾക്ക് നല്ല രസമായിരുന്നു. പിന്നീട് അതൊരു ശീലമായി മാറി. അവൾക്ക് 7 വയസ്സുള്ളപ്പോഴാണ് അവൾക്ക് കൂട്ടായിട്ടൊരു കുഞ്ഞനിയും വരുന്നത്. അതിനിതുവരെ കണ്ടില്ലെന്നാണോ? ഇപ്പോൾ രാധു തലക്കും കൈ കൊടുത്തിരിക്കുന്ന ഡൈനിങ് ടേബിൾ എതിർവശത്തിരുന്ന് പഴംപൊരി കുത്തിക്കേറ്റുന്ന ഒരു ഐറ്റത്തിന് കണ്ടത്. അതാണ് മുതൽ യദുകൃഷ്ണൻ, എല്ലാവരുടെയും യദു. അമ്മ മോനാണ്, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്ലാസ്സും സ്പെഷ്യൽ ക്ലാസ്സും ട്യൂഷൻ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരുന്ന് തിന്നുന്ന ഇതൊന്നും മേത്ത് കാണാനില്ല. തലയിലോട്ട് നേരിട്ട് കയറുവാണ് തോന്നുന്നു. സെക്കൻഡ് വൽ പഠിപ്പിയാണ്. എടി അതൊരു നിസ്സാര പ്രശ്നമല്ലായിരുന്നോ? അതൊക്കെ അപ്പോഴേ പറഞ്ഞു തീർത്തു. ഇനി അവരൊന്നും ഒരു കുഴപ്പമുണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെന്ന് എനിക്കറിയാം. അല്ല എൻ്റെ രാധു, നമ്മളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കല്ലുവിൻ്റെ ഭാഗത്തുനിന്നും ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് കേട്ട് കുറച്ച് ആശ്വാസം വന്ന പോലെ രാധു കല്ലുവിനെ നോക്കി. അവളൊരു വളിച്ച ചിരിയോടെ തലയാട്ടി കാണിച്ചു. മതി, അത്രയും മതി. രാധുവിന് സന്തോഷമായി. എന്നാൽ നിങ്ങൾ ചെന്ന് കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം. ഒരു ചിരിയോടെ അതും പറഞ്ഞ് രാധു അടുക്കളയിലേക്ക് പോയി. ബാലേട്ടനും കല്ലുവും ഫ്രഷ് ആവാനും പോയി. യദുക്കുട്ടൻ ഇപ്പോഴും തിന്നീർത്തിട്ടില്ല. അവൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്നു. പിന്നെ അവൻ ഒന്നുകൂടി ഇരുന്നു. അവർക്ക് കമ്പനി കൊടുക്കാനൊന്നുമില്ല. അത്താഴം കഴിച്ചില്ലെങ്കിൽ കൊച്ചിന് ഉറക്കം വരില്ല, അതുകൊണ്ടാ. അങ്ങനെ വീണ്ടും അവിടെ കളിച്ചിരികൾ മുഴങ്ങി കേട്ടു. അവർ 4 പേരും കഴിച്ചും കഴിപ്പിച്ചും തമാശ പറഞ്ഞും കളിയാക്കിയും അന്നത്തെ സംഭവവികാസങ്ങൾ മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നു. ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാധുവിന്റെ വക അടുത്ത ചോദ്യം വന്നു. പറയട്ടാ, ഓർമ്മയുണ്ടല്ലോ, ചിങ്ങത്തിൽ കല്ലുവിന് 23 തികയുവേ. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇത്തവണ പാർട്ടി പ്രോപ്പർ കൃത്യസമയത്ത് പൊട്ടിക്കണം. പിന്നെ നമ്മുടെ ഓഫീസിൽ 2 പേര് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ കൂടി വിളിക്കണം. നിങ്ങൾ ഇതെന്താ ഈ പറയുന്നേ? കല്ലുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യം. എന്റെ ബാലേട്ടാ, ഞാൻ പറഞ്ഞവൾക്ക് കല്യാണം നോക്കുന്ന കാര്യം 23 തികയുന്നതിന് മുമ്പേ വേണമെന്ന് അറിയാലോ. അറിയാം, ഞാൻ നോക്കുന്നുണ്ട് രാധു. നമ്മുടെ ചട്ടമ്പിക്ക് ചേർന്നൊരു തെമ്മാടി കിട്ടണ്ടേ? ഈശ്വരാ, നല്ലൊരു പയ്യനെ കിട്ടിയാൽ മതിയായിരുന്നു. അത്ര നല്ലൊന്നും വേണ്ടമ്മ. ഇവിടെ കൊമ്പൊടിക്കാൻ കഴിവുള്ള ഒരു കിടുക്കാച്ചി അളിയാൻ മതി. കഴിച്ചെങ്കിൽ എണീറ്റ് പോയിരുന്ന് പഠിക്കണം. അവൻ്റെ ഒരു കിടുക്കാച്ചി. പിന്നെ ആരും സംസാരിച്ചില്ല. വേഗം തന്നെ കഴിച്ചിട്ട് സ്കൂട്ടായി. കല്ലു റൂമിലെത്തിയിട്ടും അമ്മ പറഞ്ഞ കാര്യം തന്നെ ആലോചിക്കുകയാണ്. അവളുടെ ബർത്ത്ഡേക്ക് ഇനി 6 മാസമുണ്ട്. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ്. അപ്പോൾ അതിനുമുമ്പ് കല്യാണം എന്ന് പറഞ്ഞ് ക്ലാസ് കഴിയുന്നതിന് മുമ്പേ ആയിരിക്കില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ലാസ്റ്റ് സെം, ഫൈനൽ എക്സാം, പ്രൊജക്റ്റ്, വൈവ, ഇന്റർവ്യൂ, അങ്ങനെ എന്തൊക്കെയുള്ളതാ? അതിനൊരു കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നേരെ നോക്കിയപ്പോൾ കണ്ടതാണ്. പഠിക്കാനൊരു മോട്ടിവേഷന് വേണ്ടി എഴുതി ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ നെഗറ്റീവ് വൈബാണല്ലോ. കുറേ നാളെ അമ്മ കല്യാണക്കാരെന്ന് പറയാതിരുന്നപ്പോൾ അത് വിട്ടുകാണെന്ന് ഓർത്തതാണ്.
ഇന്നാണ് പിന്നെ അതേപറ്റി പറഞ്ഞു കേൾക്കുന്നത്. അമ്മയ്ക്ക് ഭക്തി കൂടുതലായതുകൊണ്ട് ഇനിയൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അച്ഛനോട് പറയാന്ന് വെച്ചാൽ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവുന്നതെന്ന് അച്ഛൻ ചെയ്യില്ല. ഇലക്കുമുള്ളിലും കേടില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാലേട്ടൻ മിടിക്കനാണെന്നുള്ളതാണ് ആകെയുള്ളൊരു ആശ്വാസം. എന്തായാലും രാവിലെ പോയി ഒന്ന് സോപ്പിട്ട് നോക്കാമെന്ന് ഉറപ്പിച്ച് കല്ലു കിടന്നുറങ്ങി. പറഞ്ഞ പോലെ പിറ്റേന്ന് രാവിലെ തന്നെ കല്ലു ബാലേട്ടൻ്റെ അടുത്തേക്ക് വിട്ടു. ആ എന്താ മോളെ രാവിലെ തന്നെ? മുറിയുടെ വാതിൽ നിൽക്കുന്ന കല്ലുവിനെ അയാൾ അകത്തേക്ക് വിളിച്ചു. അവളുടെ പരിങ്ങൾ കണ്ടപ്പോൾ തന്നെ എന്തോ സീരിയസ് കാര്യം പറയാനുണ്ടെന്നും അതെന്താണെന്നും അയാൾ ഊഹിച്ച് കഴിഞ്ഞിരുന്നു. അച്ഛാ, ശരിക്കും എനിക്ക് ചെക്കനെ നോക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അച്ഛാ, നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ കല്യാണം മോളെ. അപ്പം നടത്തി കൊടുക്കാതിരുന്ന എങ്ങനെയാ? എന്ന് വെച്ച് ഞാൻ ഏതെങ്കിലും കോന്നനെ കണ്ടുപിടിച്ച് നിന്നെ കെട്ടിച്ചുവിട്ട് ബാധി തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള, ഞങ്ങളെക്കാളെ നിന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എനിക്ക് ഉറപ്പുള്ള ഒരു മെഡിക്കനെ മാത്രമേ ഞാൻ എൻ്റെ മരുവനാക്കിയുള്ളൂ. അതും നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. അതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ മുഖം പാടിയിരിക്കുന്നത്? ക്ലാസ്സിനെ ബാധിക്കുന്നവർക്ക് പേടിക്കണ്ട, ഒക്കെ ഞാനേറ്റു. ഇപ്പൊ സന്തോഷമായില്ലേ? കല്ലു ആവേശത്തോടെ തലയാട്ടി. ബാലേട്ടൻ ഏറ്റാൽ ഏറ്റാന്ന് അവൾക്കറിയാം. എന്നാൽ പിന്നെ ആ സന്തോഷത്തിലേ ഈ പ്ലാൻ ഒന്ന് റെഡിയാക്കി തന്നേ. പ്ലാൻ വെച്ചിരിക്കുന്ന ബോർഡിന് മുന്നിലേക്ക് അവൾ പിടിച്ചു നിർത്തി അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇതെന്തിനാ അച്ഛൻ വരയ്ക്കുന്നത്? അവിടെ ജൂനിയർ എഞ്ചിനീയർമാരെ ആരെ കൊണ്ടൊരു വരപ്പിച്ചാൽ പോരെ? എടി, അതിലൊരാൾ വരച്ച പ്ലാനായത്. പക്ഷേ ക്ലൈന്റിന് ഇഷ്ടപ്പെട്ടില്ല. ഇതേ അളവിൽ ബെഡ്റൂമിന് കുറച്ചുകൂടി വലുപ്പം വരുന്ന രീതിയിൽ വരക്കാൻ പറഞ്ഞു. അവനാവുന്നത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പം ഞാനീ കൊണ്ടുവന്നു. എനിക്കും അങ്ങോട്ട് ശരിയാവുന്നില്ല. നീ ഒന്ന് നോക്കിയേ. ശരി. ഇതേ സമയം മറ്റൊരിടത്ത്. ദേവേട്ടാ, നീ മനുഷ്യനൊന്ന് എഴുന്നേറ്റ് നോക്കിയേ. നിങ്ങളുടെ മോനെന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ദേവൻ ഉറക്കപ്പിച്ചിൽ കണ്ണുകൾ വലിച്ചേർന്നു. ഇല്ലെങ്കിൽ ഭാര്യ സമ്മതിക്കില്ലെന്ന് അയാൾക്കറിയാം. എന്താടി? ദാ ഇത് കണ്ടോ? അവർ കയ്യിലിരുന്ന ഫോൺ അയാൾക്ക് നേരെ നീട്ടി. അയാൾ അത് വാങ്ങി കണ്ണൊന്നുകൂടെ തിരുമ്മി നോക്കി. ഇത് കാശിയല്ലേ? ഇത് കാണിക്കാനാണോ നീ എൻ്റെ ഉറക്കം കളഞ്ഞ്? എന്ത് നിസ്സാരമായിട്ട് ദേവേട്ടാ പറയുന്നത്? എൻ്റെ മകനെ കാണാതെ അവൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ നീറി നീറി കഴിയുന്ന ഒരു അമ്മയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അവൻ എവിടെയാണെന്ന് അറിയുന്നതിന് ഇങ്ങനെ വല്ലപ്പോഴും അവനിടുന്ന സ്റ്റാറ്റസ് കണ്ടിട്ടാ. നിന്റെ വർച്ചിലേട്ടാ തോന്നുന്നു അവൻ എന്നെ എന്നും വിളിച്ച് വിശേഷം പറയാറുണ്ടെന്ന്. എൻ്റെ അവസ്ഥ ഇത് തന്നെയാ. ഇപ്പൊ അവനെവിടെയാ? കുളുമണാലി. കണ്ടില്ലേ മഞ്ഞും സെറ്ററും തൊപ്പിയൊക്കെ? അത്രേ ഉള്ളൂ. അവിടുന്ന് അവനിങ്ങ് വരുന്നേ, താൻ പേടിക്കാതെ. അപ്പൊ ദേവേണ്ണ ഇത് കണ്ടില്ലേ? അവർ ദേവേണ്ണ നേരെ വീണ്ടും ഫോൺ നീട്ടി. അതിലടുത്ത സ്റ്റാറ്റസ് തെളിഞ്ഞെന്നു. ഫ്ലൈയിങ് ടു ബി എ US സിറ്റിസൺ. അമേരിക്കയുടെ ഒരു പടവും ഞെട്ടി പണ്ടാറടങ്ങിപ്പോയി ദേവേട്ടൻ. അപ്പൊ അവൻ ഞാൻ സായിയെ വിളിച്ച് ചോദിച്ചു. അവനോട് എന്തോ ജോലി ശരിയായിട്ടുണ്ടത്രേ. അടുത്ത മാസം അങ്ങോട്ട് പോകണമെന്നാ പറയുന്നത്. പോയാൽ പിന്നെ തിരിച്ചു വരില്ലെന്നും പറഞ്ഞു. ആ അമ്മ മനസ്സ് തേങ്ങി. താൻ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ദേവൻ തന്റെ പ്രിയതമയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പക്ഷെ അയാളുടെ ഉള്ളിൽ ഒരു കനൽ എരിഞ്ഞു തുടങ്ങിയിരുന്നു. എന്റെ പൊന്നു കല്ലു, നീ ഒന്ന് അവനെ വിട്. ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ അത് മതി. അങ്ങനെ വിടേണ്ട കല്ലു. അവൻ നല്ലോണം കൊടുത്തിട്ട് വന്നാൽ മതി. മീനും ഒന്ന് വിടാതിരി കുട്ടിപ്പിച്ചാച്ചേ. എവിടുന്നെങ്കിലും മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക അവൾ ആ ചെക്കനെ കൊല്ലാൻ. ഇപ്പൊ തന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്നതാണ്. അവന് ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. എങ്ങാനും തട്ടിപ്പോയ എന്നാ ചെയ്യും? അയ്യോ കല്ലു, വിടടി പ്ലീസ്. അങ്ങനെ എങ്ങനെ വിടാൻ പറ്റുമോ ഈ ഡാഷ് മോനെ? അതിനാണോ ഇവനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് ഭിത്തി കയറ്റി നിർത്തിക്കുന്നത്? കല്ലു, നിനക്ക് പ്രിൻസി പറഞ്ഞ ഓർമ്മയില്ലേ? ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പോഴേ ഡിസ്മിസിലിരുന്ന്. ഇതെങ്ങാനും അവരറിഞ്ഞ എൻ്റെ കൃഷ്ണ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതിന് ഇങ്ങോട്ടാരും വരത്തില്ല. കണ്ടിട്ട് പോയി ഷർമുവിനോട് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഇവനായിട്ട് പോയി പറയില്ല അല്ലേടാ? പാവം, അവൻ കല്ലുവിൻ്റെ കയ്യിലിരിക്കുന്ന തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കാൻ കഷ്ടപ്പെടുന്നു. ഇനി നീ പെമ്പിളയുടെ കമന്റ് അടിക്കൂടാ. വീണ്ടും തലയിരിക്കാൻ നോക്കി പരാജയപ്പെട്ടുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. ഇനി മേലാ നിന്നെ പെമ്പിള്ളേരുടെ ഏഴാമത്ത് കണ്ടുപോരുത്. പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് വെക്കണം, മനസ്സിലായോ? ഇതിന് കണ്ണടച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. കണ്ണൊന്ന് കറക്കി കാണിച്ചാലോ? വേണ്ട മോനെ, അതിനുള്ള ആരോഗ്യം ഇപ്പം നിനക്കില്ല. അനങ്ങാതെ നിന്നോ. ചിലപ്പോൾ ദ്വയ തോന്നി അവൾ വിടുമായിരിക്കും. ആ കണ്ടോ, ഞാൻ പറഞ്ഞ് വായെടുത്ത് നാക്കിലേക്ക് കിട്ടില്ല. അതിനുമുമ്പേ അവൾ വിട്ടു. ഭിത്തിയിലൂടെ ഊർന്ന് താഴേക്ക് വീണ ലെവൻ താഴേക്ക് കിടക്കുന്ന ലെവന്റെ സ്വന്തമായ ബാഗ് പെറുക്കിയെടുത്ത് ഓടാനുള്ള വഴി നോക്കി. അപ്പോഴത് വീണ്ടും അവളുടെ കൈകൾ അവനിലേക്ക്. ഇനി ഇവളിത് എന്തിനുള്ള പുറപ്പാടാ എന്നറിയാൻ ആകാംക്ഷയോടെ 2 ജോഡി കണ്ണുകൾ അവൾ ഉറ്റുനോക്കിയപ്പോൾ ഇനി എനിക്ക് അമ്മയെ കാണാൻ പറ്റുമോ എന്തോ എന്നാണ് അവന്റെ മനസ്സിൽ നിന്ന് ആരോ ചോദിച്ചത്. ഇതെങ്ങാനും പ്രിൻസി അറിഞ്ഞാ? അറിയാലോ. അവൻ യാന്ത്രികമായി തലയാട്ടി. ഇവനിനി ഊമയാണോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. അതോ ഇനി അവന്റെ തോരാസി കാവിറ്റി അവൾ ഞെക്കി പൊട്ടിച്ചോ? പൊക്കോ. കിട്ടിയ ജീവനും കൊണ്ട് അവൻ ഓടി. രാവിലെ കല്ല് കോളേജിൽ വന്നപ്പോൾ ഇപ്പൊ ഇവിടുന്ന് അറിഞ്ഞ കോഴിയെ പോലെ പോയവൻ വേറെ 2 ചെക്കന്മാരുടെ ഒപ്പം നിന്ന് പെമ്പിള്ളേരെ കമന്റ് അടിക്കുന്നു. കല്ലുവിനെ കണ്ടതും കൂടെയുള്ള മറിവനെ കൂട്ടാതെ ഓടിക്കളഞ്ഞു. മനഃപൂർവ്വം കൂട്ടാത്തല്ല, അവൾ വന്ന് ഇവർ ഓടിയൊന്നും അവൻ അറിഞ്ഞില്ല. അത്രയ്ക്ക് കോൺസെൻട്രേഷൻ ആണ്. പിന്നെ തോണ്ടി വിളിച്ച് പറയാനൊന്നും ബാക്കിയുള്ളമാരുടെ ജീവനുള്ള ഭയം അനുവദിച്ചില്ല. അപ്പൊ തന്നെ അവൻ അവിടുന്ന് പൊക്കി അധികാരം വരാത്തൊരു മൂലക്ക് കൊണ്ടുവന്ന് കഴുത്തിന് പിടിച്ച് പൊക്കി ഭിത്തിയെ കയറ്റി. സുവോളജി ലാബിൽ സർജറിക്ക് തയ്യാറായി നിൽക്കുന്ന തവളയെ പോലെ അവൻ ആ ഭിത്തിയിൽ നിന്നു. അവൻ പോയി കഴിഞ്ഞാണ് അച്ചുവിന് ശ്വാസം നേരെ വീണത്. അവനാരോടും പറയില്ലായിരിക്കും അല്ലേ? പറഞ്ഞവനെ ബാക്കി വെക്കരുത്.
മീനൂട്ടിക്ക് അവനെണ്ണം കൊടുക്കാൻ പറ്റാത്തതിൽ നല്ലതെണ്ണണ്ടേ. അത് വിട്, വാ ക്ലാസ്സിൽ പോവാം. ഫസ്റ്റ് അവർ ആ മൂപ്പിലാൻ്റെ. ഇനി രാവിലെ തന്നെ അങ്ങയുടെ തള്ളു കേൾക്കണല്ലോ. മീന് ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോൾ കല്ലു ആദ്യം പോയി നോക്കിയത് ആ വായി നോക്കിയിരുന്ന സ്ഥലത്താണ്. അവിടെ അപ്പം ആരും ഇല്ലായിരുന്നു. ഡി, നിന്നെ പിടിച്ച അവന്മാരെ ഇനി ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങും തോന്നില്ല. പിന്നെ നിന്നെ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്ന് ഒരു സമാധാനത്തിന് വേണ്ടി. എന്തായാലും വന്നല്ലേ, ഇനി കുറച്ചേരം ഇവിടെ ഇരിക്കാം. അത് ശരിയാ, ഇവിടെ ആകുമ്പോൾ നല്ല വ്യൂ കിട്ടും. മീനൂട്ടി സന്തോഷത്തോടെ ആദ്യം പോയിരുന്നു. അവിടെ ഇരുന്നാൽ എംടെക്കിന്റെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കാണാം. അതാണ് ഈ ഉത്സാഹത്തിന്റെ കാരണം. ഓഹോ, ആമാരെ തല്ലി ഓടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇരുന്ന് വായി നോക്കുന്നോ? അതിനൊരു വൃത്തിയായിട്ട് കമന്റ് അടിച്ചിട്ടുള്ള തല്ലിയത്. അല്ല, വായി നോട്ടത്തിന് നമ്മൾ എതിരല്ല. പിന്നെ ഇനി ഇവരെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കണമെന്ന് ആലോചിക്കുമ്പോഴൊരു ആശ്വാസം. അതെന്താ? നീ പിന്നെ പണ്ടേ നോക്കാറില്ലല്ലോ. നല്ലവളായ ഉണ്ണിയല്ലേ. കല്ലൂനെ ആണെങ്കിൽ കെട്ടിക്കാൻ പോകുന്നു. അപ്പൊ ഇനി അവൾ ഈ മുതലിനെ മാത്രമേ നോക്കൂ. ഈ മുതലുകളൊക്കെ ഇനി എനിക്ക് സ്വന്തം. ആഹാ, എന്ത് രസം, എന്ത് സുഖം. ദേ ലക്ഷ്മി ആന്റി. അയ്യോ അമ്മച്ചിയെ! അറിയാതെ അവൻ താഴെ ചാടിപ്പോയി. പാവം. അയ്യോ, ഞങ്ങൾക്ക് ചിരിക്കാൻ വയ്യേ. ബാക്കി രണ്ടത് കണ്ട് കമിഴ് നീർന്ന് ചിരിക്കുകയാണ്. ഞാൻ ക്ലാസ്സിൽ പോവാ, വരുന്നുണ്ടീ വാ. മീനൂട്ടി പിണങ്ങി മുന്നേ നടന്നു. ബാക്കി രണ്ടും പുറകെ. അല്ല കല്ലു, അപ്പൊ ശരിക്കും നിന്റെ കല്യാണം നടത്തുവോ? ആളെ കിട്ടിയോ? ഇല്ല, പക്ഷെ ബാലേട്ടൻ കാര്യത്തിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. എവിടെയാണോ ആ ഹതഭാഗ്യൻ. ഡിഡി, വന്ന് നീ എന്നെ ട്രോളാൻ തുടങ്ങിയോ? അവൻ ലഡാക്കിലേക്ക് പോവാണെന്ന്. ഇത് കണ്ടോ? എന്റെ ദേവി, അവനിങ്ങനെ മിനിറ്റിന് ഓരോ സ്റ്റാറ്റസും സ്റ്റോറി ഇടാനും നീ അതൊക്കെ എന്നെ കൊണ്ട് കാണിക്കാനും. ഇപ്പൊ ഇത് മൂന്നാമത്തെയാ. ഞാൻ ഈ പുട്ടൊന്ന് തീർത്തോട്ടെ. അല്ലെങ്കിൽ എന്റെ വിഷമം അച്ഛനും മോനും അറിയണ്ടല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ ഈ പുട്ട് കഴിക്കരുത്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. അവൻ എന്നെ വിട്ട് ദൂരത്തൊന്നും പോകണ്ട. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് കാണാൻ വേണമെങ്കിൽ ഞാൻ എന്തിനും പറഞ്ഞ് വിളിച്ചു വരുത്താം. പക്ഷെ വന്നാൽ അവൻ 2-3 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ലല്ലോ. പിന്നെ അമേരിക്കക്ക് പോകണമെന്നൊക്കെ അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും തടയാൻ പറ്റില്ല. അത് നിനക്കും അറിയാലോ. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അവനെ വിളിച്ചു വരുത്തി ഒരു കല്യാണം കഴിപ്പിക്കണം. ദേവോട് പുട്ടുങ്കള്ളിയും താഴേക്ക്. നീ ഇപ്പം എന്താ പറഞ്ഞ്? കാശീനെ ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് എത്രയും വേഗം എങ്ങനെയെങ്കിലും നിങ്ങൾ നടത്തി തരണം. ഡയലോഗ് ഡെലിവർ ആയതും ദേവി വെട്ടിത്തിരിഞ്ഞൊരു പോക്ക്. ഇന്നിനി ഈ വഴിക്ക് പ്രതീക്ഷിക്കേണ്ട. ദേവേട്ടൻ ഇപ്പോഴും വായടച്ചിട്ടില്ല. ഒരു വശത്ത് യാത്രയെ പ്രണയിക്കുന്ന മകൻ, മറ്റൊരു വശത്ത് മകനെ സ്നേഹിക്കുന്ന ഒരമ്മ. ഇതിന്റെ ഒത്ത നടുക്ക് ഭക്ഷണത്തെ മാത്രം പ്രണയിക്കുന്ന ദേവേട്ടൻ താഴെ വീണ പുട്ടിനെയും കടലെയും നോക്കി നെടുവീർപ്പിട്ടു. ഇനിയിപ്പോൾ അതല്ലേ പറ്റൂ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.